അതിർത്തിയിൽ വൻ സംഘർഷം. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ വ്യോമാക്രമണ ശ്രമം. അതിർത്തി കടന്ന ഒരു പാക് വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടു. ഇന്ത്യയുടെ ഒരു മിഗ് വിമാനവും തകർന്നു വീണു. പൈലറ്റിനെ പാകിസ്ഥാൻ പിടികൂടി. അതേസമയം ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് പോരാടുമെന്ന് ഇന്ത്യയും ചൈനയും റഷ്യയും സംയുക്ത പ്രസ്താവന ഇറക്കി. ഇന്ത്യക്കെതിരെ സൈനിക നടപടി പാടില്ലെന്ന് പാകിസ്ഥാന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, രാജ്യ തലസ്ഥാനത്ത് ഇപ്പോൾ ഏത് രീതിയിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്? പ്രത്യാക്രമണ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണോ എല്ലാ കാര്യങ്ങളും സജ്ജമാക്കുന്നത്? എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ തരാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതി, തിരക്കിട്ട ചർച്ചകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി വസതിയിൽ 3 സേനാ മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ച പൂർത്തിയാക്കി സേനാ മേധാവിമാർ തിരിച്ചു മടങ്ങിക്കഴിഞ്ഞു. ഈ സംഭവത്തിൽ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും കരുതുന്നത്. അതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് എല്ലാ പ്രദേശത്തും, പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിലെല്ലാം സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. പാകിസ്ഥാൻ വിമാനങ്ങൾ അതിർത്തി കടന്നു, നമ്മൾ തിരിച്ചോടിച്ചു. അതിലൊരു വിമാനത്തെ തകർക്കുകയും ചെയ്തു. പക്ഷെ അതിനിടയിൽ നമ്മുടെ ഒരു മിഗ് 21 വിമാനവും പൈലറ്റിനെയും നഷ്ടമായി. അക്കാര്യം പിന്നീട് വിദേശകാര്യ വക്താവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിന്റെ പേരോ പൈലറ്റിന്റെ പേരൊന്നും വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ പാക് മീഡിയ ഇപ്പോൾ അറിയിക്കുന്നത് അവരുടെ പക്കലുള്ളത് വിംഗ് കമാൻഡർ അഭിനന്ദ് വർത്തമാനെയാണ്. അഭിനന്ദ് വർത്തമാൻ നേരത്തെ എയർ മാർഷലായി വിരമിച്ച എസ് വർത്തമാന്റെ മകൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഫാമിലി ചെന്നൈയിലാണുള്ളത്. പക്ഷെ അവർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പുതുതായി പാക് മീഡിയ ചില ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു എന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ്. ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്ന സുരക്ഷിതമായി അദ്ദേഹത്തെ തിരിച്ചെത്തിക്കണം എന്ന് തന്നെയാണ്. ഇന്ന് വൈകുന്നേരം പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷണറെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി. ജെയ്ഷെ മുഹമ്മദ് പുൽവാമ സ്ഫോടനത്തിലെ പങ്ക് സംബന്ധിച്ച തെളിവുകൾ കൈമാറി. ജനീവ കരാർ പ്രകാരം പൈലറ്റിനെ സംരക്ഷിക്കണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ഔദ്യോഗികമായി അദ്ദേഹത്തെ സുരക്ഷിതമായി കൈമാറണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസ്താവനയിൽ പറഞ്ഞത് 2 വിമാനങ്ങൾ വെടിവെച്ചിട്ടു, 2 പൈലറ്റുമാർ കസ്റ്റഡിയിലുണ്ടെന്നാണ്. പിന്നീട് അത് തിരുത്തി ഒരു പൈലറ്റ് മാത്രം എന്നാക്കി. പക്ഷെ അദ്ദേഹത്തിനെ ഇന്ത്യക്ക് തിരികെ നൽകുന്നത് സംബന്ധിച്ച് നാളെയായിരിക്കും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ ഇപ്പോഴും ആ പൈലറ്റിന്റെ കാര്യത്തിൽ ഏറെ ആശങ്കയിലാണ്. അദ്ദേഹം സുരക്ഷിതമായി എത്തണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇന്നിപ്പോൾ ചൈനയിൽ നടന്ന ചൈന, റഷ്യ, ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും സുഷമ സ്വരാജ് പുൽവാമ സ്ഫോടനം എടുത്തു പറയുകയും ചെയ്തു. തീവ്രവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ ഈ 3 രാഷ്ട്രങ്ങളും സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത് ഇന്ത്യക്കേറെ പ്രതീക്ഷ നൽകുന്നതിനോടൊപ്പം തന്നെ അമേരിക്കയും ഇന്ത്യ നടത്തിയത് തീവ്രവാദ ആക്രമണമാണ് എന്ന് വ്യക്തമാക്കി, തീവ്രവാദത്തിനെതിരായ പോരാട്ടമാണ് എന്ന് വ്യക്തമാക്കുകയും പാകിസ്ഥാനോട് സ്വന്തം മണ്ണിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിർത്തണം എന്നും ആവശ്യപ്പെട്ടു. അതൊക്കെ ഏറെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പൈലറ്റിനെ തിരികെ എത്തിക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള നയതന്ത്ര ചർച്ചകൾ ഇപ്പോൾ പല ഭാഗത്തും നടക്കുന്നുണ്ട്. സൈനികമായി എങ്ങനെ ഇതിന് മറുപടി നൽകാൻ കഴിയും എന്ന ചർച്ചകളാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ അല്പസമയം മുമ്പ് പൂർത്തിയായിരിക്കുന്നത്. ഇതിനിടയിൽ ഇപ്പോഴത്തെ ഒരു സുരക്ഷാ ഭീഷണിയൊക്കെ കണക്കിലെടുത്ത് പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും ജമ്മു കാശ്മീരിലെയും വിവിധ വിമാനത്താവളങ്ങളൊക്കെ അടച്ചിട്ട് സേനയ്ക്ക് കൈമാറിയെങ്കിലും വൈകുന്നേരത്തോടെ അത് പൂർവ്വസ്ഥിതിയിലാക്കി. പക്ഷെ പാകിസ്ഥാൻ ഇപ്പോഴും അവരുടെ അതിർത്തി മേഖലകളിലെ വിമാനത്താവളങ്ങളെല്ലാം അവരുടെ വ്യോമസേനയ്ക്കായി മാറ്റിവെച്ചിട്ടുണ്ട് എന്നതും ആശങ്കയിലാക്കുന്നു. വൈകുന്നേരത്തോടു കൂടി ഇമ്രാൻഖാൻ അറിയിച്ചിരുന്നത് ചർച്ചകൾക്ക് തയ്യാറാണെന്നാണ്. പക്ഷെ പത്താൻകോട്ട് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇതുപോലെ തന്നെ ചർച്ചയ്ക്ക് മുന്നോട്ട് വരുന്ന ഒരു പാകിസ്ഥാനെ കണ്ടു. പക്ഷെ പിന്നീട് അവർ എന്ത് കാണിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. ഇതിന് പ്രതിരോധ മന്ത്രാലയം എന്തെങ്കിലും പ്രതികരണം നൽകുകയുണ്ടായിട്ടുണ്ടോ? അശ്വതി, ഇതുവരെ ഇമ്രാൻഖാന്റെ ആ പ്രസ്താവനയോട് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. ഇമ്രാൻഖാന്റെ പ്രസ്താവനയെ വളരെ സംശയദൃഷ്ടിയോടുകൂടി തന്നെയാണ് ഇന്ത്യ കാണുന്നത്. കാരണം ഇതിനു മുമ്പും അശ്വതി ചൂണ്ടിക്കാണിച്ച പോലെ പലതവണ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊക്കെ പാകിസ്ഥാൻ പറയാറുണ്ട്. കാരണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വലിയൊരു തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു എന്ന് കാണുമ്പോഴാണ് പാകിസ്ഥാൻ അത്തരം ചർച്ചകൾക്ക് തയ്യാറാണ് എന്നറിയിക്കുക. എന്നാൽ അതിനനുസൃതമായ അല്ലെങ്കിൽ ആ വാക്കുകൾക്ക് ബലമേകുന്ന ഏതെങ്കിലും ഒരു നടപടി പിന്നീട് പാകിസ്ഥാനത്തിൽ ഉണ്ടാകാറില്ല. പാകിസ്ഥാൻ
സൈന്യവും തീവ്രവാദികൾ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെയുള്ള പോരാട്ടം എപ്പോഴും നടത്തുക തന്നെയാണ് പതിവ്. കാരണം നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ആ മേഖലകളിലെ തീവ്രവാദികളെയൊക്കെ ഇല്ലായ്മ ചെയ്തു. എന്നാൽ അതിനുശേഷം പിന്നീട് പാക് സൈന്യം അവരുടെ ജെയ്ഷെ മുഹമ്മദിനെ ഉപയോഗിച്ച് പുൽവാമയിൽ സ്ഫോടനം നടത്തിയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഇന്ത്യ ഒരു പ്രത്യാക്രമണം നടത്തുമ്പോൾ ആണ് ചർച്ച എന്ന രീതിയിലേക്ക് ഇമ്രാൻഖാൻ പുറത്തു വരുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സൈനികമായി ഇന്ത്യക്ക് മേൽ പിടിച്ചു നിൽക്കാനായില്ല. അതുകൊണ്ടാണ് ഇത്തരം ചർച്ച എന്നത് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ അതത്ര പൂർണ്ണ വിശ്വാസത്തിലെടുക്കാൻ വിദേശകാര്യ മന്ത്രാലയം തയ്യാറാകുന്നില്ല. കാരണം മുൻ ചരിത്രം അങ്ങനെയല്ല. പലപ്പോഴും പുറത്ത് മറ്റൊന്ന് പറയുകയും അകത്ത് ഇന്ത്യയെ ചതിക്കുകയും ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് പാകിസ്ഥാൻ അവലംബിക്കാറുള്ളത്. ആ വാക്കുകൾ ഏതെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ ആ പൈലറ്റിനെ തിരികെ എത്തിക്കുക എന്നാണ് ഇന്ത്യയുടെ ഒരു ആവശ്യം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ എന്ന രീതിയിലേക്ക് പോകുന്നു. ആ പൈലറ്റിനെ സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ലെങ്കിൽ സ്വാഭാവികമായും ഒരു യുദ്ധ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇന്ത്യ തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ സേനാ മേധാവിമാരുടെ യോഗത്തിലും പ്രധാനമന്ത്രി അത് നിർദ്ദേശം നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ ഈ നാവികസേനയോടും അലർട്ടായിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഇന്ന് ഉച്ചയ്ക്ക് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വിളിച്ച ഉന്നതതല യോഗത്തിലും ഈ അർദ്ധ സൈനിക വിഭാഗത്തോട് രാജ്യത്തിനുള്ളിലെ സുരക്ഷ ശക്തമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഏത് സാഹചര്യവും അടിയന്തര സാഹചര്യവും നേരിടാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അശ്വതി, ദില്ലിയിൽ നിന്നും സന്തോഷാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. പുൽവാമ ഭീകരാക്രമണത്തിലും തുടർ സംഭവ വികാസങ്ങളിലും ആശങ്ക പ്രകടിപ്പിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം. പാക് നടപടികളെ അപലപിച്ച യോഗം ശത്രുരാജ്യത്തിന്റെ ആക്രമണത്തെ രാജ്യം ഒറ്റക്കെട്ടായി നേരിടുമെന്നും പ്രഖ്യാപിച്ചു. സേനയുടെ ത്യാഗത്തെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള BJP നീക്കത്തെ എതിർക്കുവാനും യോഗത്തിൽ തീരുമാനമായി. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ശരത് ചേരുന്നു. പാക് ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണത്തെ അഭിനന്ദിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ഇന്ത്യൻ വൈമാനികനെ കാണാതായതുൾപ്പെടെയുള്ള നിലവിലെ സാഹചര്യങ്ങളിൽ ആശങ്കയും രേഖപ്പെടുത്തി. ഇന്ത്യയോട് പ്രകോപനപരമായി പെരുമാറുന്ന പാകിസ്ഥാന്റെ നടപടിയെ അപലപിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ശത്രു രാജ്യത്തിനെതിരായി രാജ്യം ഒറ്റക്കെട്ടായി നീങ്ങുമെന്നും കൃത്യമായി ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നിലവിൽ രാജ്യത്തിന്റെ അഖണ്ഡതയും അതുപോലെ തന്നെ പരമാധികാരവും സംരക്ഷിക്കാൻ സർക്കാർ നടത്തുന്ന എല്ലാ നീക്കങ്ങൾക്കും പിന്തുണയും പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഈ രാജ്യത്തിന്റെ വ്യോമസേന നടത്തിയ ത്യാഗോജ്വലവും അതുപോലെ തന്നെ ധീരവുമായ തിരിച്ചടിയെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി രാജ്യം ഭരിക്കുന്ന BJP ശ്രമം നടത്തുന്നതായി പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വിലയിരുത്തുകയുണ്ടായി. ഇത്തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തുന്ന നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്നും പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ തീരുമാനമെടുത്തു. ഇത് സംബന്ധിച്ച പ്രമേയവും ഇന്ന് ചേർന്ന പാർട്ടികളുടെ യോഗത്തിൽ പാസാക്കുകയും ചെയ്തു. സാധാരണ കീഴ്വഴക്കം അനുസരിച്ചുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ പ്രധാനമന്ത്രി നേരിട്ട് സർവകക്ഷി യോഗം വിളിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള ഒരു രീതി പ്രധാനമന്ത്രി അവലംബിച്ചിട്ടില്ല. അത് ഖേദകരമാണ് എന്നും ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ പാസാക്കിയ പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. The meeting of 21 parties expressed their deep anguish over the blatant politicization of the sacrifices made by our armed forces by leaders of the ruling party. The leaders observed that the Prime Minister has regrettably not convened an all-party meeting as per the established practice in our democracy. രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനായി സർക്കാർ നടത്തുന്ന എല്ലാ നീക്കങ്ങളിലും രാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങളുടെയും വിശ്വാസ്യത കൂടി നേടണമെന്നും ഇന്ന് പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നുണ്ട്. 21 പ്രതിപക്ഷ പാർട്ടികളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഈ 21 പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെ 21 പ്രതിപക്ഷ പാർട്ടികളാണ് പങ്കെടുത്തത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, UPA അധ്യക്ഷ ആയിട്ടുള്ള സോണിയാഗാന്ധി, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പൊതുമിനിമം പരിപാടി തയ്യാറാക്കുന്നതിന് വേണ്ടിയായിരുന്നു യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. എന്നാൽ പാക് ഭീകര കേന്ദ്രങ്ങൾക്കെതിരായി ഇന്ത്യ നടത്തിയ തിരിച്ചടി, അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ, ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ തീരുമാനിച്ച പൊതുമിനിമം പരിപാടി എന്നുള്ള അജണ്ട മാറ്റിക്കൊണ്ട് ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തെ മാത്രം ഊന്നിക്കൊണ്ട് ചർച്ചകൾ നടത്താൻ വേണ്ടിയാണ് ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് പോലീസ് ഘടനയിൽ അഴിച്ചുപണി. ക്രമസമാധാന ചുമതലയ്ക്ക് സംസ്ഥാനത്ത് ഒരു ADGP, റേഞ്ചിന്റെ ചുമതല DIGക്കും സോണിന്റെ ചുമതല IGക്കുമായിരിക്കും. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. കർഷകരുടെ വായ്പകളിൽ മേൽ ജപ്തി നടപടി ഒഴിവാക്കുന്നതിനായി മുഖ്യമന്ത്രി ബാങ്കുകളുടെ യോഗം വിളിക്കാനും തീരുമാനിച്ചു. വിവരങ്ങളുമായി ഷീജ ചേരുന്നു.
ഇന്നത്തെ മന്ത്രിസഭാ യോഗം 2 സുപ്രധാന തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് പോലീസിൽ സമഗ്രമായ ഒരു അഴിച്ചുപണി തന്നെയാണ് ഘടനാ മാറ്റത്തിലൂടെ ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ക്രമസമാധാനത്തിന്, സംസ്ഥാനത്തെ ക്രമസമാധാനം ആകെ നിയന്ത്രിക്കുന്നത് ഇനി മുതൽ ഒരു ADGP ആയിരിക്കും. അദ്ദേഹത്തിന് കീഴിലായിരിക്കും ഇത് പൂർണ്ണമായും നിയന്ത്രിക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നിലവിൽ സംസ്ഥാനത്ത് നോർത്ത് സോൺ, സൗത്ത് സോൺ ADGP-മാരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അത് മാറിയാണ് ഇപ്പോൾ ഒരു ADGP-ക്ക് കീഴിലായി പൂർണ്ണമായും ക്രമസമാധാനം വരുന്നത്. മറ്റ് 2 മാറ്റങ്ങൾ എന്ന് പറയുന്നത് റേഞ്ചുകളുടെ ചുമതല DIG-മാർക്ക് നൽകാനാണ്. DIG-മാർക്കും ഇതിന്റെ ഒരു ചുമതല എന്ന് പറയുന്നത് നേരത്തെ ഇത് IG-മാർക്കായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. അതിൽ മാറ്റം വരുത്തി അത് DIG-മാരിലേക്കാണ് അധികാരം കൈമാറുന്നത്. മറ്റൊരു മാറ്റം സോണുകളുടെ ചുമതലയാണ്. സോണുകളുടെ ചുമതല IG-മാർക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് ADGP-മാരായിരുന്നു ഇത്തരത്തിൽ സോണുകളുടെ സ്ഥിതിയും സോണുകൾ കേന്ദ്രീകരിച്ച് അതിന്റെ മേൽനോട്ടം നിർവഹിച്ചിരുന്നത്. ഈ രീതിയിൽ ഉള്ളൊരു അഴിച്ചുപണിയാണ് പൂർണ്ണമായും സംസ്ഥാന പോലീസിൽ വരുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ തസ്തികകൾ സൃഷ്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടത്തിലായിരിക്കും ആരെയൊക്കെയാകും നിയമിക്കുക എന്നുള്ള കാര്യത്തിൽ ഉള്ളൊരു തീരുമാനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക. മറ്റൊരു തീരുമാനം കർഷകരുടെ കാര്യത്തിലാണ്. ഏറെ അനുകൂലമായ ഒരു തീരുമാനം ഇന്ന് മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം സംസ്ഥാനത്ത് ചില ഭാഗങ്ങളിൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ടായി. പ്രത്യേകിച്ചും പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ചില ബാങ്കുകൾ ജപ്തി നടപടികൾ അടക്കം സ്വീകരിക്കുന്ന ഇവർക്കെതിരെ കർഷകർ എടുത്തിട്ടുള്ള വായ്പയിന്മേൽ ജപ്തി നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇടുക്കിയിൽ ഏറ്റവും ഒടുവിലായി അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ജപ്തി നടപടികൾ ഒന്നും പാടില്ല എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും മന്ത്രിസഭ ബാങ്കുകൾക്ക് മുന്നിൽ വെക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷങ്ങൾക്ക് തലസ്ഥാനത്ത് വർണ്ണാഭമായ സമാപനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേരുന്നു. LDF സർക്കാർ 1000 ദിനങ്ങൾ പിന്നിടുമ്പോൾ സംസ്ഥാന സർക്കാരിന് എത്രത്തോളം ജനപിന്തുണയുണ്ട് എന്നതിന്റെ നേർക്കാഴ്ച കൂടിയായിരുന്നു ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന 1000 ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ശാരീരിക പ്രശ്നങ്ങൾ മൂലം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഉദ്ഘാടന പ്രസംഗം ഒഴിവാക്കിയിരുന്നു. അധ്യക്ഷ പ്രസംഗം നടത്തിയ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ 1000 ദിനങ്ങളിൽ സംസ്ഥാനത്തുണ്ടായ വികസനങ്ങൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞു. ഇത്തരം വികസനങ്ങൾ പ്രതിപക്ഷം പോലും നിഷേധിക്കാനാവില്ലെന്ന സത്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. ഒരു തരത്തിൽ പറഞ്ഞാൽ സംസ്ഥാനത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത വിധം, ഒരു പ്രദേശത്തെയും ജനങ്ങൾ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത വിധം വികസനത്തിന്റെ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടത്താൻ ഈ ഗവൺമെന്റിന് 1000 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ സാധ്യമായി എന്നത് ഇന്ന് എതിരാളികൾ പോലും, രാഷ്ട്രീയമായി വ്യത്യസ്ത അഭിപ്രായമുള്ളവർക്ക് പോലും അംഗീകരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുകയാണ്. തുടർന്ന് സംസാരിച്ച വ്യവസായ മന്ത്രി EP ജയരാജൻ സംസ്ഥാനത്തിന്റെ വികസന പ്രശ്നങ്ങൾ എടുത്തുകാട്ടി. കഴിഞ്ഞ 1000 ദിവസങ്ങൾ കൊണ്ട് സംസ്ഥാനം നേടാനായ വികസനങ്ങളും മറ്റു കാര്യങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ 4 ലക്ഷത്തിൽ വരുന്ന സാധാരണക്കാരന് വീടും സ്ഥലവും ഉണ്ടാകുമെന്ന ഉറപ്പും മന്ത്രി നൽകി. ജനങ്ങളുടെ ഒരു ഗവൺമെന്റ് ഇവിടെയുണ്ട്. ജനങ്ങളെ പ്രതിബദ്ധതയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ ജനങ്ങളിലുള്ള വിശ്വാസവും ജനങ്ങൾക്ക് ആ ഗവൺമെന്റിലുള്ള വിശ്വാസവും ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തെ സംരക്ഷിക്കാനുള്ള സഹായങ്ങളും പിന്തുണയും നൽകി. അങ്ങനെ കേരളം ആ പ്രളയത്തിൽ നിന്ന് കടന്നു കയറി വരികയാണ്. നമ്മുടെ കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ എന്ത് എന്ന് ഗവൺമെന്റ് വിശദമായി പരിശോധിച്ചു. വീടില്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ. ഗവൺമെന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 4 മിഷൻ വീടില്ലാത്ത മുഴുവൻ കേരളീയർക്കും വീട് നൽകുക. അതിനു വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ഏതാണ്ട് ഒരു 4.5 ലക്ഷത്തിലധികം വരുന്ന ഭവനരഹിതരുള്ള കേരളം. ആ ഭവനരഹിതർക്ക് മുഴുവൻ വീടില്ലാത്തവർക്ക് വീട്, ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടും, മുഴുവൻ ആളുകൾക്കും വീട്. 5 വർഷം ഈ ഗവൺമെന്റ് പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിലെ 4.5 ലക്ഷത്തിലധികം വരുന്ന ഭവനരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകളും സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നത് കാണാം. അതാണ് ഈ ഗവൺമെന്റിന്റെ നയങ്ങൾ. സമാപന സമ്മേളനത്തിൽ
വിവിധ ബുക്കുകളുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സമാപന സമ്മേളനത്തിന് ശേഷം കലാപരിപാടികളും അരങ്ങേറിയായിരുന്നു സർക്കാരിന്റെ 1000 ദിനങ്ങളുടെ സമാപനം അവസാനിച്ചത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനുള്ള പുരസ്കാരം നടൻ ജയസൂര്യയും സൗബിൻ ഷാഹിറും പങ്കിട്ടു. മികച്ച നടിക്കുള്ള പുരസ്കാരം നിമിഷ സജയന്. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിന് വേണ്ടി ജൂറിക്ക് മുന്നിൽ ഇത്തവണ എത്തിയത് 104 ചിത്രങ്ങളാണ്. ഈ 104 ചിത്രങ്ങളിൽ നിന്നാണ് 20 ചിത്രങ്ങൾ ജൂറി തെരഞ്ഞെടുത്തത്. ഈ 20 ചിത്രങ്ങളിൽ നിന്നാണ് മികച്ച നടൻ, നടി, സംവിധായകൻ, ചിത്രം അടക്കമുള്ള ഭൂരിഭാഗം പുരസ്കാരങ്ങളും തീരുമാനിക്കപ്പെട്ടത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇത്തരത്തിൽ മികവുറ്റ 20 ചിത്രങ്ങളിൽ നിന്നാണ് അവാർഡുകൾ എല്ലാം തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ വലിയ ഒരു കടുത്ത മത്സരം തന്നെയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളിൽ നിന്നും ഞാൻ മേരിക്കുട്ടി, അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ, ഒപ്പം ഞാൻ സുഡാനി ഫ്രം നൈജീരിയ, ഈ 3 ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് 2 മലയാള താരങ്ങൾ തമ്മിൽ കടുത്ത ഒരു പോരാട്ടം നടന്നത്. അതിന്റെ ഒടുവിൽ ആണ് ജൂറി ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. മികച്ച നടനുള്ള പുരസ്കാരം അത് പങ്കിടുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ രീതിയിലാണ് ജൂറി എത്തിച്ചേർന്നത് എന്നുള്ളൊരു കാര്യം സാംസ്കാരിക മന്ത്രി AK ബാലനും വ്യക്തമാക്കുകയും ചെയ്തു. മികച്ച നടന്മാർ 2 പേരുണ്ട്. അതിൽ ഒന്ന് ജയസൂര്യ കഴിഞ്ഞാൽ മറ്റൊന്ന് സൗബിൻ ഷാഹിർ. മികച്ച നടി നിമിഷ സജയൻ. മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് അത് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയായിരുന്നു മികച്ച ചിത്രം ഇത്തവണ പ്രഖ്യാപിക്കപ്പെട്ടത്. കാരണം ഷെരീഫ് സിയുടെ കാന്തൻ ദ ലവർ ഓഫ് കളർ എന്ന സിനിമയാണ് മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച രണ്ടാമത്തെ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശ്യാമപ്രസാദിന്റെ ദ സൺഡേ ആയിരുന്നു. ഈ ചിത്രം ഈ സിനിമയിലൂടെ തന്നെ ഒരു ഞായറാഴ്ച എന്ന ഈ സിനിമയിലൂടെ തന്നെയാണ് ശ്യാമപ്രസാദ് മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഞായറാഴ്ച എന്ന ഈ സിനിമയ്ക്ക് നിരവധി പുരസ്കാരങ്ങൾ തന്നെയാണ് ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ നേടാൻ സാധിച്ചത് എന്നുള്ളതും ഈ സിനിമയുടെ മികവ് ഉയർത്തിക്കാട്ടുന്നു. ഇതിന്റെ സാങ്കേതിക മികവ് അത്രത്തോളം മികവുറ്റതായിരുന്നു എന്നുള്ളത് തന്നെയാണ് ജൂറി ഒന്നടങ്കം അഭിപ്രായപ്പെട്ടത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയിരുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയ്ക്ക് വാണിജ്യ തലസ്ഥാനമായ എറണാകുളം ജില്ലയിൽ വൻ വരവേൽപ്പ്. കോതമംഗലം, മൂവാറ്റുപുഴ, പിറവം, പട്ടിമറ്റം എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് ആദ്യ ദിനം സ്വീകരണം നൽകി. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയായ കോതമംഗലം, മൂവാറ്റുപുഴ, പിറവം, പട്ടിമറ്റം എന്നിവിടങ്ങളിലായിരുന്നു ജില്ലയിലെ ആദ്യ ദിന പര്യടനം. ഇടുക്കി ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി എറണാകുളം ജില്ലയുടെ അതിർത്തിയായ പൈങ്ങോട്ടൂരിൽ ജാഥയ്ക്ക് വലിയ സ്വീകരണമാണ്, വലിയ വരവേൽപ്പാണ് നൽകിയത്. തുടർന്ന് ആദ്യ സ്വീകരണ കേന്ദ്രമായ കോതമംഗലത്തേക്ക് ജാഥ പ്രവേശിച്ചു. വലിയ സ്വീകരണമാണ് കോതമംഗലത്ത് ജാഥയ്ക്ക് ലഭിച്ചത്. പ്രത്യേകിച്ച് കർഷക ജനത, മലയോര മേഖലയിലെ കർഷക ജനത ഈ ജാഥയെ നെഞ്ചേറ്റുന്ന ഒരു കാഴ്ചയാണ് പൊതുവെ കാണാൻ കഴിഞ്ഞത്. ആയിരങ്ങളാണ് ഈ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തിയത്. ജാഥ നയിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ കോതമംഗലത്തെ പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് കർഷകരുടെ ബാങ്ക് വായ്പകൾക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മൊറട്ടോറിയം നടപ്പാക്കാത്ത ബാങ്കുകൾക്കെതിരെ നടപടി വേണം എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടത്. പ്രത്യേകിച്ച് ഇടുക്കിയിലെ കർഷക ആത്മഹത്യയുടെ പശ്ചാത്തലത്തിലായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത്. കർഷകർ കടങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. സർക്കാർ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ബാങ്കേഴ്സ് കോൺഫറൻസിൽ ഈ തീരുമാനമെടുത്തു. ഇതിന് വിരുദ്ധമായി ചില ബാങ്കുകാർ നോട്ടീസ് അയക്കുന്നതായി ഇടുക്കി ജില്ലയിൽ പോയപ്പോൾ ഇത് കർഷകരെ ആശങ്കപ്പെടുത്തുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കേരള സംരക്ഷണ യാത്രയുടെ വടക്കൻ മേഖലാ ജാഥ പാലക്കാട് ജില്ലയിൽ പര്യടനം തുടരുന്നു. വിവരങ്ങളുമായി സിജു സാലി ചേരുന്നു. ആദ്യ ദിനത്തിൽ പാലക്കാട് ജില്ലയുടെ വിവിധ മേഖലകളിൽ ആവേശകരമായ വരവേൽപ്പാണ് LDFന്റെ വടക്കൻ മേഖല ജാഥയ്ക്ക് ലഭിച്ചത്. പുലാമന്തോളിൽ വെച്ച് ഇന്ന് രാവിലെ LDF നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ വരവേൽപ്പാണ് ജാഥയ്ക്ക് ലഭിച്ചത്. ഇതിനുശേഷം തൃത്താല മണ്ഡലത്തിലായിരുന്നു സ്വീകരണം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് ജാഥയെ സ്വീകരിക്കാൻ തൃത്താലയിലെത്തിയത്. ഉച്ചയ്ക്ക് ശേഷം പട്ടാമ്പിയിലും ചെറുപ്പുളശ്ശേരിയിലും മണ്ണാർക്കാടുമാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടാണ് ജാഥ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നയമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെയുള്ള 6 വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് ചുമതല അദാനിക്ക് നൽകിയതിലൂടെ വ്യക്തമാവുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.